ഹലോ ഗൈസ്, നമുക്ക് മഴയും എല്ലും കപ്പയുമായാലോ? ഞാൻ വൈകുന്നേരം ഇച്ചിരി കപ്പയും കുറച്ച് എല്ലും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ടങ്ങ് വെച്ചേച്ചു. നല്ല മഴയായിരുന്നു. മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ വൈകിട്ടത്തേക്ക് അതാക്കിയേക്കാം എന്ന് കരുതി. അങ്ങനെ മഴയൊക്കെ മാറി ഞാനൊന്ന് വെളിയിലോട്ട് ഇറങ്ങി അന്തരീക്ഷമൊക്കെ ഒന്ന് നോക്കുകയാണ്. അടുത്ത മഴ കർക്കിടകം ജൂൺ ജൂലൈ മാസം മഴയാണല്ലോ. നമുക്ക് മഴയോട് പെയ്യരുതേ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ. എല്ലായിടത്തും നല്ല മഴയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക. അസുഖങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലായിടത്തും ഇപ്പം ഈ മഴ സമയമാകുമ്പോൾ രോഗങ്ങൾ, പനി പോലുള്ള അസുഖങ്ങൾ, അഞ്ചാം പനി, പലയിടത്ത് തക്കാളിക്ക പനി, ഏതാണ്ടൊക്കെ പനിയാണിപ്പം. കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും നന്നായിട്ട് ചൂടുവെള്ളം തിളപ്പിച്ചാറിയത് കുടിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പം ഞങ്ങളുടെ ഒരു ദിവസത്തെ വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ്. എല്ലാ ദിവസവും ഇങ്ങനെയല്ല, മഴയായതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നും പ്രത്യേകിച്ചില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. അങ്ങനെ ഞങ്ങൾ പിന്നെ കറണ്ട് എന്തായാലും ദൈവം സഹായിച്ചുകൊണ്ട് മോളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠന സമയമാണ്. അതും ഓരോ അമ്മമാരുടെയും ഒരു ഡ്യൂട്ടിയാണല്ലോ വൈകുന്നേരം പഠിപ്പിക്കുക എന്നുള്ളത്. നമുക്കാണല്ലോ മെനക്കേട്, പഠിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഓരോ ദിവസങ്ങൾ വൈകുന്നേരങ്ങൾ അങ്ങനെ കടന്നുപോയി. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.